മക്കളെ, നമസ്കാരം. ഞാൻ ജയ്സൺ. നിങ്ങളുടെ മലയാളം ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മലയാളം പരീക്ഷ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതേണ്ട ചോദ്യോത്തരങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാകും. ഈ വർഷം, കഴിഞ്ഞ വർഷം നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരുന്നു, ഈ വർഷവും എജുപോർട്ടിനോടൊപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, വേണ്ട സപ്പോർട്ട് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മലയാളം +1 നിന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് മാറി വന്ന സമയത്ത് അതിൻ്റെ ചോദ്യ മാതൃകയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഓണപ്പരീക്ഷയ്ക്കും അതേ ചോദ്യ മാതൃക വിട്ടുപോകരുത്. എന്തായിരുന്നു ആ ചോദ്യ മാതൃക? നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുകയാണ്. +2 മലയാളം പരീക്ഷ എഴുതേണ്ടത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഏകദേശം 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഉണ്ടായിരിക്കുക. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ. 2 മാർക്കിന് 4 ഓപ്ഷൻസ് നമുക്ക് തരുന്നതിൽ നിന്ന് സാധാരണ നിങ്ങൾക്കറിയാവുന്നതാണ്, സാധാരണ 10ാം ക്ലാസ് വരെ ഒരു ഉത്തരമാണ് നമ്മൾ മാർക്ക് ചെയ്തതെങ്കിൽ ഇതിൽ A, B, C, D എന്നതിൽ 2 ഉത്തരങ്ങൾ ശരിയായിരിക്കും. ആ 2 ഉത്തരങ്ങളെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് എവിടേക്ക് എഴുതി വെച്ചേക്കണം, നമ്മുടെ ഉത്തര പേപ്പറിനകത്തേക്ക് എഴുതി വെച്ചേക്കണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു 16-14 മാർക്കിൻ്റെ അടുത്തോളം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് വരും. ടോട്ടൽ മാർക്ക് നമുക്കറിയാലോ, ഔട്ട് ഓഫ് 80 ആണ്. 80ൽ 80 മാർക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് റെഡിയാക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മളെല്ലാ തവണയും എഴുതി പരിചയമുള്ളതാണ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇത് നമ്മുടെ പരീക്ഷ പേപ്പറാണ്. ഈ പരീക്ഷ പേപ്പറിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം വരുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഉത്തരം എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ്. ആ 4 മാർക്ക് നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിലൊക്കെ എഴുതിയതുപോലെയുള്ള പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഇത് നെക്സ്റ്റ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഏകദേശം ഉപന്യാസ തരത്തിൽ എഴുതിയിട്ടുള്ള ചോദ്യങ്ങളാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 4 എണ്ണമോ അതിൽ കൂടുതൽ എന്ത് ചെയ്യാം, ചോദ്യം വന്നേക്കാം. വരുന്ന സമയത്ത് നമുക്ക് 1 പേജ് പൂർണ്ണമായിട്ടും വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരം എഴുതി സെറ്റാക്കി വെക്കേണ്ടതാണ്. 1 പേജ് പൂർണ്ണമായിട്ടും നിറയുന്ന രൂപത്തിൽ നമ്മുടെ ഉത്തരം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ഒരു കവിത, അല്ലെങ്കിൽ ഒരു ചെറിയ മിനി കഥ ഇത് തന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 1, 2, 3 ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും. 6 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള 3 ചോദ്യങ്ങൾ. തന്നിരിക്കുന്ന പാരഗ്രാഫ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന കവിത 1ഓ 2ഓ വട്ടം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞ് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക. കൃത്യമായിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ ഉത്തരം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ എഴുതി വെക്കുക. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് 6 മാർക്കാണ്. അപ്പോൾ 6 മാർക്ക് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. 1 2 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ. 10ാം ക്ലാസ്സിലെ പോലെ 1 മാർക്കിൻ്റെതല്ല, 2 മാർക്കിനുള്ളതാണ്. 2 ഓപ്ഷൻ എന്ത് ചെയ്യാനുണ്ടാവും, നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ടാകും. മക്കൾ വിട്ടുപോകാതിരിക്കുക. ദെൻ 4 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തതുപോലെ ഏകദേശം അര പേജിനകത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരത്തിനെ കൊണ്ടുവന്നേക്കുക. അര പേജിൽ കൂടുതൽ എഴുതി സമയം കളയാതിരിക്കുക. എനിക്ക് കൂടുതൽ അറിയാവുന്ന ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് എഴുതുക എന്നുള്ളതല്ല, ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ദെൻ നെക്സ്റ്റ് 6 മാർക്കിനെ പാഠഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 2-3 ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. അതിനുശേഷം ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറയും, ചോദ്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടും. 3 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ പാരഗ്രാഫ് നോക്കി ഉത്തരം എഴുതുക. ഉത്തരം എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും, 6 മാർക്ക് കിട്ടും. 3 സെറ്റ് ചോദ്യങ്ങൾ എന്ത് ചെയ്തു, നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ദെൻ 4ാമത്തെ സെറ്റ് 8 മാർക്കിൻ്റെ ഉപന്യാസ ചോദ്യം.
6 മാർക്ക് 10ാം ക്ലാസ്സിൽ നമുക്ക് ഉപന്യാസമായിരുന്നെങ്കിൽ ഇവിടെ 8 മാർക്കിൻ്റെ ഉപന്യാസ ചോദ്യം ഒന്നെങ്കിൽ 1.5 പേജായിരിക്കും നമ്മളോട് എഴുതാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ 2 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. എത്രയാണോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചേക്കണം. 1 പേജാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് 1 പേജാണ്. 1.5 പേജാണെങ്കിൽ ഇതിൻ്റെ പകുതിയോളം എന്ത് ചെയ്യാം? നമുക്ക് എഴുതി തീർക്കാം. 2 പേജാണെങ്കിൽ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം? എഴുതി തീർത്താലേ 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. 1.5 പേജാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്? ചോദിക്കാറുള്ളത്. 2 ചോദ്യങ്ങളാണ് ഉപന്യാസ മേഖലയിൽ എന്ത് ചെയ്യുക? കടന്നു വരിക. ഓക്കെ, സെറ്റാണല്ലോ. ഈ മാതൃക കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ പാഠഭാഗത്തുനിന്നും വരാവുന്ന ചോദ്യങ്ങളുമായിട്ട് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ മാഷ് വരുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? റെഡി ആയിട്ട് ഇരുന്നോളുക. ഓക്കെ, താങ്ക് യു.